സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അങ്ങനെ ചൂടുപിടിക്കുന്നു. ഇപ്പോൾ ഉള്ളത് അയ്യപ്പങ്കാവ് ഡിവിഷനിലാണ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് ജോയ് ഇന്ന് രാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചു. രാവിലെ തന്നെ അങ്ങനെ വീടുകൾ കയറി സ്കോർ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 7 മണിക്ക് തന്നെ തുടങ്ങി. അപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ്. നേരത്തെ ഞാൻ ഇവിടുത്തെ കൗൺസിലർ ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടി മത്സരിക്കുവാണ്. ഒരു പൾസ് മൊത്തത്തിൽ UDF വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് നമുക്ക് കാണുന്നത്. കാരണം നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു മികച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടല്ല, മുൻപ് കൗൺസിലറായിരുന്നു, നിയമസഭയിൽ ഒന്ന് മത്സരിച്ചു. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ പാർട്ടി എന്നോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ പറഞ്ഞു. അത് ഏറ്റെടുത്തു. അതിനകത്ത് പൂർണ്ണ വിജയം നേടുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും. പൂർണ്ണ വിജയം നേടും. ഡിവിഷൻ നിലനിർത്താൻ സാധിക്കും തീർച്ചയായിട്ടും. കോർപ്പറേഷൻ ഞങ്ങൾ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് പ്രവർത്തനമായി വീടുകൾ കയറി ഇറങ്ങി ഇങ്ങനെ വോട്ട് ചോദിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്കിതിങ്ങനെ സജീവമായി തന്നെ കാണാൻ പറ്റും. കോൺഗ്രസ് ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 40 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയത്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. അങ്ങനെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഓരോരുത്തരുമായി വീട് കയറി ഇങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പങ്കാവ് ഡിവിഷൻ നിലനിർത്തും എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല കോർപ്പറേഷനും തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് ദീപക് ജോയ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരിക്കുന്നത്. അയ്യപ്പങ്കാവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24.